ഹലോ മക്കളെ, രേണുസുതി. ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു 6 വീഡിയോ ഞാൻ ഇടയ്ക്ക് ചെയ്തായിരുന്നു. അത് മക്കൾ കണ്ടു കാണുമെന്നറിയില്ല. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, നീ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു മോളാണെന്ന്. അത് വീണ്ടും ദൈവം തെളിയിച്ചിരിക്കുന്നു. കാരണം നീ ചിന്തിച്ചതും ആഗ്രഹിച്ചതും ഒന്നുമല്ല ദൈവം നിൻ്റെ കരം പിടിച്ച് കൊണ്ടു നടന്ന് നിനക്ക് വേണ്ടി ചെയ്തത്. ഇനിയും ദൈവത്തിന് എന്തൊക്കെയോ നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ അസുഖം. അസുഖത്തിൻ്റെ പേരിൽ ദൈവം നിന്നെ രക്ഷിക്കുവാനും സമാധാനിപ്പിക്കുവാനും നിന്നെ ഉയരങ്ങളിലെത്തിക്കുവാനും ദൈവം ഒരു പദ്ധതി തീരുമാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിഷമിക്കാനുള്ളതല്ല, ഇനിയുള്ള നാളുകൾ നിനക്ക് വിഷമിക്കാനുള്ളതല്ല. നിനക്ക് ചിന്തിക്കുവാനും സന്തോഷിക്കുവാനും ചിരിക്കുവാനും സമാധാനിക്കുവാനും എല്ലാത്തിനും വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിട്ട് മക്കൾ ഇതിനെ കണക്കാക്കണം. മക്കൾ വിഷമിക്കുകയേ വേണ്ട. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ മക്കൾ. അവിടെ സുരക്ഷിതമാണ് മക്കൾ. അതുകൊണ്ട് ദൈവകരങ്ങളിൽ സുഖമായിട്ട് മക്കൾ റെസ്റ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് നിന്നെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളിലും കൈ നീട്ടി മക്കളത് സ്വീകരിക്കുകയും അത് ഏറ്റുവാങ്ങുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ദൈവം മക്കളെ കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് സുഖമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ചികിത്സയും കാര്യമായിട്ട് മക്കൾ ഇപ്പോഴുവരെ നിന്നതിനേക്കാൾ പൂർവ്വധികം ശക്തിയോടെ മക്കൾ തിരിച്ചു വന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാനതിൽ വിശ്വസിക്കുന്നു. ഒന്നുമല്ല, ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുവാനായിട്ട് ദൈവം മക്കളെ ഒരുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളും ദൈവത്തെ വിശ്വസിക്കുന്ന, നല്ലതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മകളാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ മക്കൾ സുരക്ഷിതയാണ്. അതുകൊണ്ട് മക്കളൊന്നും വേറൊന്നും ചിന്തിക്കേണ്ട. ദൈവം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇന്നലെകൾ തന്ന വേദനകൾ നിന്നോടുള്ള സ്നേഹമായിരുന്നു. നിന്നെയൊരുക്കുവാൻ മാറോട് ചേർക്കുവാൻ നിന്നെയൊരുക്കുകയായിരുന്നു. ഇത്ര നല്ല ദൈവത്തോടു നീ എന്തു ചെയ്തു നന്ദി ചൊല്ലിയിടും. ഇത്ര നല്ല ദൈവത്തോടു നീ എന്തു ചൊല്ലി നന്ദി ചൊല്ലിയിടും. നന്ദിയോടെ മക്കൾ ദൈവത്തെ ഓർത്ത് സമാധാനമായിട്ട് ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും പിന്നെ വേണമെന്ന റെസ്റ്റ് എടുക്കുകയും സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് ചിന്തിച്ച് മക്കൾ സുഖം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് വരുവാൻ വേണ്ടി ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേട്ടോ മക്കളെ.